ഒരുപാട് നാളുകൾക്ക് ശേഷം ദൈവം നമുക്ക് നൽകി അനുഗ്രഹിച്ചല്ലോ. ദൈവം തന്ന ഈ ദാനത്തെ നമുക്ക് ദൈവത്തിന് തന്നെ സമർപ്പിക്കാം. ദൈവത്തിന്റെ സ്നേഹത്തിലും പ്രീതിയിലും വളർന്നു വന്ന മറിയം പാപങ്ങൾ കത്താണിയും അശരണർ കാലമ്പവും സ്നേഹത്തിന്റെ കിടാവിളക്കുമായി എല്ലാവരുടെയും ഹൃദയങ്ങളിൽ ഇടം നേടി. അതീവ സുന്ദരിയായ മറിയം വളർന്നു യുവത്വത്തിന്റെ പൂർണ്ണതയിലെത്തി. അവൾക്ക് അനുയോജ്യനായ ഒരു വരനെ നമുക്ക് കണ്ടെത്തേണ്ടേ? തീർച്ചയായും പരിശുദ്ധയും നിർമ്മലയുമായ അവൾക്ക് അനുയോജ്യനായ ഒരു വരനെ തന്നെ കണ്ടുപിടിക്കണം. പിതാവായ ദൈവമേ, ഞങ്ങളുടെ മറിയത്തിന് യോജിച്ച ഒരു ജീവിത പങ്കാളിയെ കണ്ടുപിടിക്കാൻ സാധിക്കണമേ. മഹാപുരോഹിതന് സ്വപ്നത്തിൽ ദർശനമുണ്ടാകുന്നു. നമ്മുടെ ദേശത്തും പരിസര പ്രദേശത്തുമുള്ള എല്ലാ യുവാക്കളെയും മറിയത്തിന്റെ വിവാഹകാര്യം അറിയിക്കുക. അതീവ സുന്ദരിയും സത്സ്വഭാവിയുമായ മറിയത്തിന് ഒരു വരനെ ആവശ്യമുണ്ട്. ലോകരക്ഷകന് ജന്മമേകുവാൻ പരിശുദ്ധ പിതാവ് തിരഞ്ഞെടുത്ത സ്ത്രീരത്നമാണ് മറിയം. ഉദ്ഭവഭാവമില്ലാതെ ജനിച്ച ഏക സ്ത്രീയാണ് അവൾ. ദൈവത്തിന്റെ കൃപ എന്നും മറിയത്തോടു കൂടി ഉണ്ടാകും. എല്ലാം ദൈവേഷ്ടം പോലെ നിറവേറട്ടെ. മറിയത്തിന്റെ വിവാഹ വിളംബരം കേട്ട് ആ പ്രദേശത്തും പരിസര പ്രദേശത്തുമുള്ള യുവാക്കൾ ദേവാലയത്തിലെത്തുന്നു. ഈ വാർത്തയറിഞ്ഞ് അകലെ മരപ്പണിയിൽ ഏർപ്പെട്ടിരുന്ന ജോസഫ് എന്ന യുവാവ് ജോലി നിർത്തി ഒരു ദണ്ഡുമായി വിവാഹ നിശ്ചയം നടക്കുന്ന സ്ഥലത്തെത്തി. മഹാപുരോഹിതൻ എല്ലാവരെയും ഒരുമിച്ച് നിർത്തി പ്രാർത്ഥിക്കുന്നു. പെട്ടെന്ന് ജോസഫിന്റെ കയ്യിലുള്ള ദണ്ഡ് പുഷ്പിക്കുകയും ഒരു മാലാഖ അതിൽ നിന്ന് പുറത്തു വരികയും ചെയ്യുന്നു. ഇത് ആശ്ചര്യം തന്നെ, ഇത് ദൈവനിശ്ചയമാണ്. ഈ പുരുഷന് തന്നെ മറിയത്തെ ഏൽപ്പിക്കാം. പ്രിയപ്പെട്ട ജോസഫ്, ദൈവഭക്തിയും നിർമ്മലയുമായ മറിയത്തെ ഞാനിതാ നിന്നെ ഏൽപ്പിക്കുന്നു. ശിഷ്ടകാലം അവൾക്ക് താങ്ങും തണലുമായിരിക്കുക. മറിയം, ജീവിതകാലം മുഴുവൻ ഞാൻ നിന്നെ സംരക്ഷിച്ചു കൊള്ളാം. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. മറിയമേ, നീ ഭയപ്പെടേണ്ട. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവൻ